ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാളു ഗംഗയുടെ കൂടെ നടക്കുമ്പോൾ റോഡിലോട്ട് ഓടി പോകുന്നുണ്ട്. ആ സമയത്ത് മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നു. അതിനുശേഷം സാന്താക്ലോസിന്റെ വേഷത്തിലുള്ള ഒരാളാണെങ്കിൽ മാളുവിനെ തട്ടിക്കൊണ്ട് കാറിൽ കയറി പോകുന്നുണ്ട്. ഗംഗയാണെങ്കിൽ മാളുവിനെ വിടാനെന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗയെ പിടിച്ചു തള്ളിയിട്ടാണ് അയാൾ മാളുവിനെയും കൊണ്ടുപോകുന്നത്. മാളു കാറിനകത്ത് കയറിയതിനു ശേഷം ബഹളം വെക്കുന്നുണ്ട്, എന്നെ വിടടാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അയാളാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ശ്രേയ പെട്ടെന്ന് തന്നെ അയാളെ വിളിക്കുന്നുണ്ട്. മാളുവിനെ കിഡ്നാപ്പ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നു. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വന്നാൽ മതി എന്നൊക്കെ പറയുന്നു. ശ്രേയ അവളെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. ഗംഗ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ശ്രേയ കാറുമായിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രേയ ഗംഗയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. ഗംഗ അപ്പോൾ മാളുവിനെ തട്ടിക്കൊണ്ടു പോയ കാര്യങ്ങളെല്ലാം പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഞാൻ എന്റെ മോളെ രക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, ശ്രേയയുടെ കൂടെ ഞാനും വരാമെന്നൊക്കെ. പക്ഷെ ശ്രേയ സമ്മതിക്കുന്നില്ല. നീ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും ഈ കാര്യം പോയി പറഞ്ഞാൽ മതിയെന്നൊക്കെ പറയുന്നു. ഞാൻ ഒറ്റയ്ക്ക് മാളുവിനെ രക്ഷിക്കാൻ പോയതാണെന്നും പറയണമെന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. ഞാൻ തന്നെ എന്റെ മകളെ പോയി രക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രേയ വണ്ടി വിട്ടു പോകുന്നു. മാളു കാറിൽ വെച്ച് ഒരുപാട് ബഹളം വെക്കുന്നുണ്ട്. എന്നെ വിടടാന്നൊക്കെ പറഞ്ഞിട്ട് മഹി വന്നാൽ നിന്നെ ശരിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. മാളുവിന്റെ ബഹളം സഹിക്കെ വയ്യാതെ മാളുവിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ മാളുവിന്റെ മുഖത്തൊരു സ്പ്രേ അടിക്കുന്നു. അതിനുശേഷം മാളു മയങ്ങി പോകുന്നു. ശ്രേയ ആണെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത ആളിന്റെ കാർ ഫോളോ ചെയ്ത് ചെല്ലുന്നുണ്ട്. പക്ഷെ അയാൾ വണ്ടി നിർത്തുന്നില്ല. ശ്രേയ എപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇയാൾ എന്താണ് വണ്ടി നിർത്താത്തതെന്ന്. ഉടനെ തന്നെ ശ്രേയ ഫോൺ വിളിക്കുന്നുണ്ട്. പക്ഷെ അയാൾ കട്ട് ചെയ്തു വിടുന്നു. പെട്ടെന്ന് അയാളാണെങ്കിൽ മുഖത്തുള്ള മുഖംമൂടി മാറ്റുകയാണ്. അപ്പോഴാണ് ശ്രേയയ്ക്ക് മനസ്സിലാകുന്നത് അത് നകുലാണെന്ന്. ശ്രേയയുടെ മുന്നിൽ കൂടി നകുലാണെങ്കിൽ വണ്ടി ഓടിച്ച് രക്ഷപ്പെടുന്നുണ്ട്. ശ്രേയ അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഇനി ഞാൻ എന്താണ് ചെയ്യുക, മാളൂനെ അവൻ എന്തെങ്കിലും ചെയ്യുമായിരിക്കുമല്ലോ, എനിക്കാണെങ്കിൽ ആരോടും പറയാനും പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. ശ്രേയ ഉടനെ തന്നെ വീട്ടിലേക്ക് വരുന്നു. ഹൈമാവതിയോട് ഉണ്ടായ കാര്യമെല്ലാം പറയുന്നു. ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് സൂക്ഷിക്കണമെന്ന്. ആദ്യം ഒരുത്തനെ കൊണ്ടുവന്നതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, ഇനി അടുത്തതുമായിട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഇനിയും ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്നൊക്കെ. ഹൈമാവതിയും ശ്രേയയും കൂടെ തീരുമാനിക്കുന്നുണ്ട്, ഇത് ഗംഗയുടെ തലയിൽ തന്നെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ, വേറെ വഴിയില്ല എന്നൊക്കെ. ആ സമയത്ത് അവിടേക്ക് രാഹുലും ദേവയാനിയമ്മയും വരുന്നു. എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഗംഗ മാളുവിനെ കളഞ്ഞെന്ന്. അത് കേൾക്കുമ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, ശ്രേയ എങ്ങനെയാണ് അതറിഞ്ഞത്, ഗംഗയാണെങ്കിൽ തിരിച്ചു വീട്ടിൽ പോലും വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വെളിയിൽ പോയപ്പോഴാണ് അറിഞ്ഞത്, ആരോ തട്ടിക്കൊണ്ട് മാളുവിനെ പോയെന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇത് മഹിയോട് പറയണ്ടേന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് നകുലിനെയാണ്. നകുൽ കാർ ഓടിച്ചുകൊണ്ട് പോയിരിക്കുമ്പോൾ മാളുവിനെ കുറിച്ച് സംസാരിക്കുന്നു. മാളുവിനെ കൊടുക്കാൻ വേണ്ടി ഒരവസരം ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഇവൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ശ്രേയ വിളിച്ചു പറഞ്ഞത് എന്റെ കൂട്ടുകാരനോടാണ്. അവനാണെങ്കിൽ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. ശ്രേയയ്ക്ക് അറിയത്തില്ലല്ലോ എന്റെ പിടിപാടൊന്നും, അവൾക്ക് ഒരു കാര്യങ്ങളും എന്നെ കുറിച്ച് അറിയില്ല. എന്തായാലും ഇന്നത്തോടെ മാളുവിനെ അവസാനിപ്പിക്കും, മാളുവിന്റെ അഹങ്കാരം തീർക്കുമെന്നൊക്കെ നകുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം മാളു ആണെങ്കിൽ ഒന്നും അറിയാതെ മയങ്ങിക്കിടക്കുകയാണ്. ശ്രേയ മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മഹിയോട് പറയുന്നുണ്ട്, നമ്മുടെ മാളുവിനെ ഗംഗ കൊണ്ട് കളഞ്ഞെന്ന്. അത് കേൾക്കുമ്പോൾ മഹി ചോദിക്കുന്നു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വെളിയിൽ പോയിരുന്നു, ആ സമയത്താണെങ്കിൽ ഗംഗയെ കണ്ടിരുന്നു. ഗംഗയാണ് പറഞ്ഞത് മാളുവിനെ ആരോ തട്ടിക്കൊണ്ടു പോയെന്ന്. ഞാനാണെങ്കിൽ ആ കാറ് പിന്തുടർന്ന് പോയതാണ്, പക്ഷെ എനിക്ക് പിടിക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ഗംഗ എവിടെയെന്ന്. ശ്രേയ അപ്പോൾ അറിയില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവിടേക്ക് ദേവയാനിയമ്മയും വരുന്നുണ്ട്. ദേവയാനിയമ്മയും പറയുന്നുണ്ട്, ശ്രേയ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന്. മഹി അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് പോലീസിനെ അറിയിക്കണമെന്നൊക്കെ. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോഴേ അറിയിക്കണ്ടെന്നൊക്കെ. ഇവർ സംസാരിക്കുന്നതെല്ലാം ഗൗരി കേൾക്കുന്നുണ്ടായിരുന്നു. ഗൗരി അപ്പോൾ വിചാരിക്കുന്നുണ്ട്, എന്റെ മകളെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം, ആരവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്നു. ഞാൻ ഈ ഭൂമിയിൽ ഗതികെട്ട ആത്മാവിനെ പോലെ അലയുന്നത് എന്റെ മകൾക്ക് വേണ്ടിയാണ്, എന്റെ മകൾക്ക് അപകടം പറ്റാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഗൗരി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. മഹി ശ്രേയോട് പറയുന്നുണ്ട്, ഗംഗയെ കൂടി കാറിൽ കൂട്ടിയിട്ട് പോയിരുന്നെങ്കിൽ അവൾക്കാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു, എന്താണ് കൂട്ടിയിട്ട് പോകാഞ്ഞെന്നൊക്കെ ചോദിക്കുന്നു. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, അപ്പോഴാണെങ്കിൽ എന്റെ മനസ്സിൽ മാളുവിനെ രക്ഷിക്കണമെന്നൊരു വിചാരം മാത്രമേ ഉള്ളായിരുന്നു എന്നൊക്കെ. ദേവയാനിയമ്മ പറയുന്നു, ഇതിന്റെ പിന്നിൽ ചിലപ്പോൾ ഗോകുലായിരിക്കുമോ എന്നൊക്കെ. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട്, അത് ശരിയാകാൻ ചാൻസ് ഉണ്ട്, മാളുവിനെ തട്ടിക്കൊണ്ടു പോയിട്ട് നമ്മൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കേസ് കൊടുക്കാനായിരിക്കും, അങ്ങനെ മാളുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയായിരിക്കും എന്നൊക്കെ പറയുന്നു.
മഹി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശമാണ് ഗോകുലിനെങ്കിൽ അവനെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ദേവയാനിയമ്മ പറയുന്നുണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, എല്ലാം അറിഞ്ഞിട്ട് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ. ദേവയാനിയമ്മ രാഹുലിനോട് ചോദിക്കുന്നുണ്ട് മാളുവിന്റെ തിരോധാനത്തിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്നൊക്കെ. നീയും ഗോകുലും തമ്മിലുള്ള കണക്ഷനെ പറ്റിയൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് രാഹുൽ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് അതൊക്കെ അറിയാമോ എന്ന്. ആ സമയത്ത് ദേവയാനിയമ്മ പറയുന്നുണ്ട് കൈലാസത്തിൽ എന്ത് നടന്നാലും ഞാൻ അറിയുമെന്നൊക്കെ. മാളൂനൊന്നും സംഭവിക്കാൻ പാടില്ല, മാളൂനെ തട്ടിക്കൊണ്ടു പോകണമെന്ന് അവൻ പറയുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ല, അവനും സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയാണ്. രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ അവന്റെ കൂടെ കൂട്ടുനിന്നത് അമ്മ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി, ഇപ്പോൾ അമ്മയും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇനി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് മഹിയാണ്. മഹി ഉടനെ തന്നെ മാളൂനെ അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടാൻ തുടങ്ങുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്